എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. തിരൂരങ്ങാടിയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങളേറെ ഓർക്കാനും പറയാനും ഒക്കെ സാധിക്കുന്ന ഈ തിരൂരങ്ങാടിയിൽ ഒരു മഹാ ആദർശ വിശദീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദമലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഇവിടുത്തെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും ഇവിടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, അഭ്യുദയകാംക്ഷികളെ, സഹൃദയരായ എല്ലാവരോടും സ്വാഭാവികമായി പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും തോൽപ്പിച്ച് അതിജയിച്ച് ചാൻപോരിമ നടിക്കുന്ന, ഞങ്ങൾ ജയിച്ചു നിങ്ങൾ തോറ്റു, ഞങ്ങൾ
വൻ വിജയം നേടി എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും എല്ലാം കൊണ്ടും എന്ന് പറയാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ മനുഷ്യർക്കിടയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖസസിൽ 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനത്തിൽ അല്ലാഹു ധിക്കാരികളായ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ഫിറൗനിനെയും ഹാമാനെയും കാറൂനിനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഖുർആനിക വചനം ആയത്ത്, ചിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആർക്കാണ് യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതത്തിലെ പരലോകത്തിലെ സുഖവാസത്തിന്റെ കേന്ദ്രമായ സ്വർഗം ആർക്കാണ്? അത് ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, അഹങ്കാരത്തിന്റെയും താൻപോരിമയുടെയും അനാലിയത്തിന്റെയും അവസ്ഥകളില്ലാത്ത, അഹംബോധത്തിന്റെ അകമ്പടികളില്ലാത്ത, ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണ്, അടിമയാണ്, ഏറെ വിനയപ്പെടേണ്ടവനാണ് എന്ന് ബോധ്യമുണ്ടാവുകയും ഉലുവം ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ജീവിതത്തിലുടനീളം സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് സുഖകരമായ പര്യവസാനം ഉണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. ഖുർആനിലെ പ്രവാചക തിരുമേനിയുടെ മൊഴിമുത്തുകളുടെ, സച്ചരിതരായ സലഫുകളുടെ സച്ചരിതങ്ങളുടെ അകമ്പടിയോടെ ജീവിക്കേണ്ടവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. നമ്മളിൽ പല ആളുകൾക്കും അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വേദന നമുക്കെല്ലാവർക്കുമുണ്ട്. വാദിക്കാനല്ല, ജയിക്കാനല്ല, മത്സരിക്കാനല്ല, ചിലതെല്ലാവരും അറിയണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. തെറ്റുപറ്റാത്ത ഒരു ജീവിതമുണ്ടാകണം പരലോകത്ത്. മനുഷ്യ സഹജമായ അപാകതകൾ, പാകപ്പിഴവുകൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു. തെറ്റാണ് എന്നൊരു കാര്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടാൽ തിരുത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ തിരുത്തിയാലേ പരലോകത്ത് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയുള്ളൂ. സൂറത്തു ആൽ ഇംറാനിലെ 135-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, സ്വന്തത്തോട് വല്ല അതിക്രമവും ചെയ്തു, സ്വന്തം ജീവിതത്തിൽ വല്ല ഹറാമുകളോ പരാക്രമങ്ങളോ അല്ല വിലക്കിയതോ ചെയ്തു പോയി, അങ്ങനെ അല്ലാഹനെ അവന് ഓർമ്മ വന്നു എങ്കിൽ അവന്റെ പാപം അല്ലാഹുവിനോട് ഏറ്റുപറയും. പടച്ചോനോട് അവൻ പൊറുക്കലിനെ തേടും, പശ്ചാത്തപിക്കും. അല്ലാഹു എല്ലാ പാപവും പൊറുക്കുന്നവനാണ്. അല്ലയല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപം പൊറുക്കാൻ? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ആയത്തിന്റെ അവസാന ഭാഗം സവിശേഷമായ പഠന മനനങ്ങൾക്ക് വരേണ്ട, വിഷയീഭവിക്കേണ്ട കാര്യമാണ്. ഒരു വിശ്വാസി അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്യുന്ന തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കൽ ആരുടെ പ്രത്യേകതയാണ്? ജൂതന്മാരുടെ പാരമ്പര്യമായി. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. സൂറത്ത് ബഖറ 42-ാമത്തെ വചനം, 2-ാം അധ്യായം 42-ാമത്തെ വചനമാണ്. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുക, എന്നിട്ട് ആളുകൾക്കിടയിൽ അവ്യക്തത കലർന്ന ഒരു പ്രത്യേകമായ പോയിന്റിൽ അവരെ എത്തിച്ച്, ആശയക്കുഴപ്പം സൃഷ്ടിച്ച്, സഹോദരങ്ങളായി ജീവിച്ചവരെ തമ്മിൽ തല്ലിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സ്വഭാവം ജൂതന്മാരുടെ പ്രത്യേകതയായി. അത് നിങ്ങൾക്കുണ്ടാകരുത്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, പടച്ചവനെ നിന്റെ താപകോപങ്ങൾക്ക് പാത്രീഭൂതരായ ജൂതന്മാരുടെ വഴി അതെനിക്ക് വേണ്ട റബ്ബേ എന്ന്
5 തവണ 5 നേരം ആവർത്തിച്ച് അതുപോലെ സുന്നത്തുകളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവേ, ജൂതന്റെ സ്വഭാവമോ ജൂതന്റെ പാരമ്പര്യമോ ജൂതന്റെ രീതികളോ എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ. അത് നിനക്ക് കോപമുണ്ടാക്കിയ വഴിയാണ്. ഞാൻ അവിടെ എത്തിപ്പെടരുതേ. നിന്റെ റഹ്മത്തിനും നിന്റെ കാരുണ്യത്തിനും നിന്റെ അനുഗ്രഹത്തിനും പാത്രീഭൂതരായവരുടെ വഴി അത് മതി എനിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ വിശ്വാസി സമൂഹം എന്ന് പറയും. അതുകൊണ്ട് തന്നെ എന്റെ പ്രസംഗങ്ങളെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ചില പ്രത്യേകമായ അടിസ്ഥാനപരമായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ കൂടുതലായി സമയം ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. ഞാനത് തുറന്നു പറയും. സത്യത്തിൽ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിനുള്ളിലുള്ള കാര്യങ്ങൾ അധികം പറഞ്ഞ് ഈ സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. പബ്ലിക്കുകളിൽ ഏറ്റവും എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി അള്ളാഹുവിന്റെ മതം പൊതുവായി പരിചയപ്പെടുത്തുക എന്നത് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആളുകൾക്കിടയിൽ തെറ്റുധാരണകൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായി ശ്രമിക്കുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. അല്ലാഹുവേ, പിശാച് മനുഷ്യന്റെ മുന്നിലൂടെ പിന്നിലൂടെ ഇടത് ഭാഗത്തൂടെ വലത് ഭാഗത്തൂടെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. ഏതൊരു മുത്തഖിയെയും അവൻ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നതിലും ഖുർആൻ പഠിച്ചിട്ടുള്ള ആർക്കും ഒരഭിപ്രായ ഭിന്നതയുമില്ല. പ്രത്യേകിച്ച് ജനസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പ്രബോധകരെ അത് പിശാചിന് ഏറെ വെറുപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിശാച് ഏറ്റവും കൂടുതൽ അയാളുടെ പിന്നാലെ കൂടും എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചവനെ, ശപിക്കപ്പെട്ട പിശാചിന്റെ ഒരു സ്വാധീനവും എന്റെ പ്രസംഗത്തിൽ ഉണ്ടാകരുതേ എന്നാണ് എനിക്ക് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കാനുള്ളത്. നിങ്ങളും പ്രാർത്ഥിക്കുക. ഇത് ആരോടുമുള്ള വിരോധമല്ല. സ്നേഹിച്ചിരുന്ന സ്നേഹിതന്മാർ അവരെല്ലാം അകന്നുപോയിരിക്കുന്നു. ഞാൻ ഇന്നലെ എന്റെ ബഹുമാന്യനായ ഇസ്മായിൽ കുട്ടി മദനിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുകയുണ്ടായി. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എന്റെ മോനെ പോലെ, ഞാൻ പിതാവിനെ പോലെ ഞങ്ങൾ അങ്ങനെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ഗൗരവമായ വിഷയങ്ങൾ പറഞ്ഞും നല്ല സൗഹൃദത്തിലായി. ഞാന് അദ്ദേഹത്തെയും എം എം മദനിയെയും കാണാൻ വേണ്ടി കൊടിയത്തൂർ പോയപ്പോ 2 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ് 2 ആഴ്ചകൾക്കപ്പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയും. പിന്നീട് ഫോണിൽ വിളിച്ചാലും എടുക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഇസ്മായിൽ കുട്ടി മദനിയുമായി നല്ല നിലയിൽ, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടു നടന്നു പോകുന്നത് ഓടിച്ചെന്ന് സലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈപിടിച്ച്, പക്ഷെ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കിയില്ല. എന്താ കാരണം എനിക്കറിയില്ല. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് സംസാരിച്ച് ഈ വിഷയം സ്ഥാപിക്കാൻ അദ്ദേഹം മടിക്കുന്നുണ്ടാവാം. അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ ആരോപിക്കുന്ന ആരോപണമോ ഞങ്ങൾ ചേർന്ന ടീമോ സത്യത്തിലല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ മിണ്ടാൻ വയ്യ, പറയാൻ വയ്യ. മുഖത്ത് നോക്കി ചിരിച്ചാൽ കൂടുതൽ പറയേണ്ടി വരും. അതായിരിക്കാം. അല്ലാതെ വേറെ തെറ്റുകളൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല. നല്ല നല്ല സുഹൃത്തുക്കൾ തമ്മിൽ അകന്നു പോകുന്നതിൽ ഏറെ വേദനിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഇന്നും മാസ്മരികമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളായി കാണാനാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. 49-ാം അധ്യായം 50-ാമത്തെ വചനമാണ്. ആ വചനം നമ്മൾ മനസ്സിരുത്തി വായിക്കണം. സത്യവിശ്വാസികൾ കൊമ്പ് കോർക്കുന്ന ശത്രുക്കളാണ് എന്നല്ല അള്ളാഹ് എന്നെ പഠിപ്പിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത്. നമ്മളിൽ ഒരാളെയും അള്ളാഹു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നിങ്ങൾ സഹോദരങ്ങളാണ്. പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലല്ലോ എന്ന് പറഞ്ഞു. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. നിങ്ങൾക്കിടയിലെ സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായാൽ അവ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും. അത് നല്ല നിലക്ക് സമീപിക്കണമെന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു. ഞാൻ നിങ്ങളും അങ്ങനെയാകണം. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിമിനെ ചീത്ത പറയൽ ശരിയല്ല. അങ്ങനെ ഒരുപക്ഷെ പ്രസംഗത്തിലെ വൈകാരികതയിൽ എനിക്ക് വന്നിട്ടുണ്ടാവാം. ഞാനത് തിരിച്ചറിയുന്നു, വിലയിരുത്തുന്നു, അത് പശ്ചാത്തപിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേദന ഉണ്ടായെങ്കിൽ അവരെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ എനിക്ക് ഈയിടെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് വേറിട്ട ഒരു സ്വരവും എന്റെ സ്വരത്തിലില്ല. നിങ്ങളിൽ ഒരാളായി, നിങ്ങളിൽ ഒരു പ്രബോധകനായി ഈ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر. ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ്. വല്ലാത്തൊരു വാചകമാണത്. സത്യവിശ്വാസികളും വിശ്വാസിനികളും
പരസ്പരം കണ്ടാൽ മിണ്ടാൻ പറ്റാത്ത ശത്രുക്കളാണ് എന്നല്ല അള്ളാഹു പറഞ്ഞത്. ശത്രുക്കള് സ്നേഹിതന്മാർ, ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്നൊരു തലക്കെട്ട് തന്നെ അബ്ദുള്ളക്കുണ്ട്. ഏതോ ആവട്ടെ, ആ തലക്കെട്ട് വളരെ ധന്യമാണ്. അതിന്റെ ഉള്ളടക്കം എന്തുമാകട്ടെ, ഞാൻ പറയുന്നത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ശത്രുക്കളാണെന്നല്ല അല്ലാഹു പറഞ്ഞു. നിങ്ങൾ മിത്രങ്ങളാണ്, നിങ്ങൾ ഔലിയാക്കളാണ്. നിങ്ങൾ സദാചാരം പരസ്പരം കൽപ്പിക്കേണ്ടവരാണ്, ദുരാചാരം നിങ്ങൾ വിലക്കേണ്ടവരാണ്, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. സ്നേഹ മസൃണമായ പെരുമാറ്റങ്ങളിലൂടെ, മൃദുലമായ സ്വഭാവങ്ങളിലൂടെ. അല്ലാഹുവേ, ഈ പ്രസംഗത്തിന്റെ ആദ്യാന്തം അങ്ങനെ ആയിരിക്കാനും പിശാച് ഈ മേഖലകളിലേക്ക് എത്തിനോക്കാതിരിക്കാനും നാവിൽ അവന്റെ കുതന്ത്രങ്ങൾ പ്രവർത്തിക്കാതിരിക്കാനും പരമകാരുണികനായ പടച്ചവനെ നീ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സുഹൃത്തുക്കളെ, കേരളം മുഴുക്കെ, അറബ് നാടുകൾ മുഴുക്കെ, മലയാളികളായ മുജാഹിദുകളായ ആളുകൾ ഉള്ളയിടത്ത് മുഴുക്കെ അല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ലോകത്ത് ആധുനിക സംവിധാനങ്ങളിലൂടെ പ്രചണ്ഡമായ ഒരു പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രചണ്ഡമായ പ്രചാരങ്ങൾ, ഏറെ നുണക്കസർത്തുകൾ, അത് ഏറ്റവും ലേറ്റസ്റ്റ് രചനകളിൽ വരെ വ്യാപകമായി. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? സ്വാത്വികന്മാരായ നല്ല നല്ല മനുഷ്യരായ പണ്ഡിതന്മാർ വരെ ഏറെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആ തെറ്റിദ്ധാരണ രൂഢമൂലമായി മക്കൾ തമ്മിൽ ശത്രുതയുണ്ടായാൽ അതിന്റെ എല്ലാ പാപഭാരവും ആരിലേക്കാ മടങ്ങുക? ആരാണോ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്, ആരാണോ ബോധപൂർവമായി അത് ശ്രമിച്ചത്, അവരിലേക്ക് ആ പാപം മടങ്ങിച്ചെല്ലും. അവർ പാപികളായി നാളെ അല്ലാഹനെ കണ്ടുമുട്ടി അവരുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കൈ കണങ്കാലുകളുമായി കൂടിപ്പിണഞ്ഞ് അള്ളാഹുവിന്റെ സന്നിധാനത്തെത്തുമ്പോ സൂറത്ത് ഖിയാമയിലെ 22 മുതലുള്ള വചനങ്ങളാണ്. 40 വചനങ്ങളുള്ള സൂറത്ത് ഖിയാമ. 75-ാമത്തെ വചനം കാലും കണങ്കാലും കൂടിപ്പിണയുകയും മരണമുറപ്പാവുകയും ചെയ്ത ഘട്ടത്തെ അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വുജൂഹു യൗമൈദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വവുജൂഹു യൗമൈദിൻ ബസിറ തദുന്നു അൻ യുഫ്അല ബിഹാ ഫാകിറ. മനുഷ്യരെ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, വേറെ ചില മുഖങ്ങൾ കരുവാളിച്ച് ഇരുണ്ട് അവർ സ്വീകരിച്ച വിശ്വാസത്തിന്റെ അമലുകളുടെ കാരണത്താൽ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും മൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. 83-ാം അധ്യായം 14-15 വചനങ്ങളാണ്. അങ്ങനെയല്ല, പാപക്കറകൾ ചെയ്ത് കൃത്രിമത്വങ്ങൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കള്ളക്ലിപ്പിങ്ങുകളിട്ട് അപ്പുറപ്പുറവും തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ സ്വീകാര്യതയും കയ്യടിയും കേട്ട് പാപങ്ങളിൽ വിരാജിച്ച് മനസ്സ് കറുത്തുപോയവർ റബ്ബിന്റെ ഇടയിൽ ഒരു മറയിടപ്പെടുമെന്ന് പറയും. അതില്ലാതിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല. വല്ലാത്തൊരു വാക്കാണ്. സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രഗൽഭനായ ഒരു സഹാബിയുടെ ഭാര്യയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ വെങ്ങിപ്പൊട്ടിക്കരഞ്ഞത് ഈ ആയത്തോർത്തുകൊണ്ടാണ്. ഖുർആനിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങളും ആ നരകത്തിന്റെ വക്കിൽ വരും. വിശ്വാസികൾ എല്ലാവരും അവിടെ വരും. അവിടെ വന്ന് നരകം കണ്ടുകൊണ്ടാണ് സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോവുക. ആ നരകത്തിന്റെ വക്കിൽ നിന്നുള്ള വിമോചനം, ആ നരകത്തിന്റെ ആ കരാളഹസ്തങ്ങളിൽ നിന്നുള്ള വിമോചനം. ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹും ജിമാലത്തുൻ സുഫർ. താഴെ ഭാഗത്തുള്ള അധ്യായങ്ങളിലെ വചനങ്ങളാണ്. ഒട്ടകക്കൂട്ടങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന പോലെ കൊട്ടാര സമാനമായ തീപ്പൊരികൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ നരകമുണ്ടല്ലോ, ആ നരകം. അതേ അള്ളാഹു പറഞ്ഞത് ഫഅൻദർതുകും നാറം തലല്ലാ. സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, കത്തിജ്വലിച്ച നരകത്തെ കൊണ്ട് നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ്. വിശ്വാസികളെ, മുസ്ലിങ്ങളെ, സമസ്തയിൽപ്പെട്ട ഇരുവിഭാഗമേ, അതുപോലെ തന്നെ ത്വരീഖത്തിൽപ്പെട്ടവരെ, തബ്ലീഗുകാരെ, ജമാഅത്തുകാരെ, മുജാഹിദുകളിൽ വ്യത്യസ്ത ചിന്തകളിൽ ജീവിക്കുന്നവരെ, നമ്മളെല്ലാവരും ആ നരകത്തിന്റെ വക്കിലൂടെ കടന്നു പോകുമ്പോ എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും അവസ്ഥ? അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിനൽ റഹ്മാൻ വഖാല സവാബാ.
വഖാല സവാബ വഖാല സവാബ. അവിടെ വീണ്ടും മനുഷ്യർ വിലപിക്കുന്ന ഭാഗം കാണാം. 78-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യാ ലൈതനി കുൻതു തുറാബാ, യാ ലൈതനി കുൻതു തുറാബാ. ഞാൻ മണ്ണായിരുന്നെങ്കിൽ, ഞാൻ ഈ മണ്ണിന്റെ ഭാഗമായിരുന്നെങ്കിൽ. എത്രയെത്ര വിലാപങ്ങളാണ്. യാ വൈലതാ യാ വൈലതാ യാ വൈലതാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. എനിക്ക് ഉത്ബോധനം വന്നു കിട്ടിയിരുന്നുവല്ലോ, പ്രവാചകന്റെ വഴി എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുവല്ലോ, എല്ലാം കളഞ്ഞു കുളിച്ചവനായി ഞാൻ മാറിയല്ലോ. ഞാൻ എന്ന സുഹൃത്തിനെ കൂട്ടുപിടിച്ചത് കൊണ്ട് എനിക്കെല്ലാം നഷ്ടമായി പോയല്ലോ എന്ന് നാളെ മഹ്ശറയിൽ ഒരാളും വിലപിക്കരുത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനസ് വിലപിക്കരുത്. എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹനീഫ് കായക്കൊടി വിലപിക്കരുത്. എന്റെ ഗുരുനാഥൻ അദ്രിമാൻ സലഫി വിലപിക്കരുത്. ഞങ്ങളുടെ നേതാക്കന്മാർ ആരും ഇവിടെ വിലപിക്കരുത്. അതേ വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായത്തിലെ 27 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ അവിടെ നമ്മൾ പ്രവാചകന്റെ വിലാപമായി നമ്മൾ കാണുന്നുണ്ട്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ചവനേ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അകന്റെ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാഥ. അതേ, അതിലൊരു ഖുർആനിക വചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്ത് വാർത്തകൾ കേട്ടാലും, എന്തെന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും അതൊക്കെ വിശദീകരിച്ച് പഠിച്ചന്വേഷിച്ച് കൃത്യമായ ഒരു റൂട്ടിലെത്തിയതിനു ശേഷമല്ലാതെ തീരുമാനമെടുത്ത് ചർച്ച ചെയ്യുക എന്നത് ഒരു ജനതയ്ക്ക് നേരെ നിങ്ങൾ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനമെടുക്കാനും അതുവഴി അത് വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകുമെന്നല്ല പറഞ്ഞാൽ സൂറത്ത് ഹുജറാത്തിന്റെ വചനങ്ങൾ 49-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം എവിടെയാ നമ്മൾ പഠിപ്പിക്കുന്നത്? എവിടെയാ നമ്മൾ അത് ഉൾക്കൊണ്ടത്? ഒരു അധർമ്മകാരി ഒരു വാർത്തയുമായി വന്നാൽ അതന്വേഷിച്ചു പഠിച്ചിട്ടല്ലാതെ വിലയിരുത്തിയിട്ടല്ലാതെ ആ ജനതക്കെതിരെ ഒരു തീരുമാനമെടുക്കരുത് എന്ന് KC മുഹമ്മദ് മൗലവി എഴുതിയ ഒരു പുസ്തകമുണ്ട്, പുതിയത്. നിങ്ങൾക്കറിയാം, ഇവിടെ ചെറിയൊരു പുസ്തകം കേരള നദുവത്തുൽ മുജാഹിദീൻ അതിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ഇവിടെയുണ്ട്. ഞാൻ പിന്നീട് വായിക്കും. KC എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പണ്ഡിതനായി ഞങ്ങൾ ഒന്നിച്ചു ദുബായിൽ താമസിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞത്. ഇന്നും അതേ, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ലോകം പറയുകയും ചിരിക്കുകയും അതിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഈ പുസ്തകത്തിൽ പല നുണകളും അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ കരുതിയിട്ടാവാം, ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാവാം. എന്നിട്ട് പോലും അദ്ദേഹം അതിൽ പറയുന്നൊരു ഭാഗമുണ്ട്, ഇങ്ങനെ പറയപ്പെടുന്നതായി കേൾക്കുന്നു. എന്റെ പൊന്നാര KC, നിങ്ങൾ ഒരു പണ്ഡിതനാണ്, ആലിമാണ്, അറിവുള്ള ആളാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം നടപ്പാക്കേണ്ടത് അതുകൊണ്ടാ വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഉമ്മത്ത് ഖുർആനിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വചനം ജീവിതത്തിൽ ആപാദചൂടം. വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആചാരരംഗത്ത്, കൗടംബിക രംഗത്ത്, വൈയക്തിക രംഗത്ത്, വൈദേശിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രാന്തരീയ രംഗത്ത്, മിമ്പറുകളിൽ, സമ്മേളനങ്ങളിൽ, പൊതുവേദികളിൽ, കടപ്പുറങ്ങളിൽ എവിടെ ഒരു വിശ്വാസി വന്നവോ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത് ഔ ലിയസ്കുത്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരുടെ നാവുകളിൽ നിന്ന്, ആരുടെ കൈകളിൽ നിന്ന് ഒരാൾ സുരക്ഷിതനാകുന്നുവോ അത്. തിരുവനന്തപുരത്ത് വെച്ച് ഇവിടെ പ്രസംഗിച്ച, ആമുഖത്തിൽ തുടക്കത്തിൽ പ്രസംഗിച്ച, വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു ചെറുപ്രബോധകന്റെ വാക്ക്, ISM-നെ ഏറ്റവും പ്രതിസന്ധി മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചപ്പോ നയിച്ച ജനറൽ സെക്രട്ടറിയായ CP സലീം ഖാനെ കുറിച്ച് ഉപയോഗിച്ച പദം, കുള്ളനായിരിക്കെ തന്നെ വലിയ അഹങ്കാരിയാണ്, അറിഞ്ഞുകൊണ്ടാണ് അല്ലാഹ് നീട്ടം കൊടുക്കാത്തത്. ഇവനോട് ആര് പറഞ്ഞു ഇത്? ഞാൻ CP സലീമിന് നീട്ടം കൊടുക്കാത്തത് അവൻ അഹങ്കാരിയാകുമെന്നത് കൊണ്ടാണെന്ന്. മോനെ സലാഹി, നിന്നോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അബ്സാർ റളിയല്ലാഹുവിനെ കുറിച്ച് കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ വാക്ക്, അത് സാഗരത്തിൽ കലക്കിയാൽ അത് മലീമസമായി പോകുന്ന വാക്ക് എന്നാണ്. അല്ലാഹു ഉദ്ദേശിച്ച വിധത്തിൽ അല്ലാഹു ഓരോരുത്തർക്ക് നിറവും, അല്ലാഹു ഓരോരുത്തർക്ക് ഹൈറ്റും, അല്ലാഹു ഓരോരുത്തർക്ക് വെയിറ്റും നൽകുന്നുണ്ട്.
അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ കാലിനെ വിമർശിച്ചപ്പോ പ്രവാചകന്റെ വാക്ക് നീ ഓർക്കണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ സംബന്ധിച്ച് ഊറിച്ചിരിച്ച സഹാബത്തിനോട് ചിരിക്കണ്ട, അങ്ങ് സ്വർഗത്തിൽ ഘനം തൂങ്ങുന്ന മെലിഞ്ഞ കാലാണിതെങ്കിലും അങ്ങ് സ്വർഗത്തിൽ വലിയ വെയിറ്റുള്ള കാലായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാക്കിലും വരാൻ പാടില്ല, നിങ്ങളുടെ വാക്കിലും വരാൻ പാടില്ല. ഒരുപക്ഷെ ഞാൻ ഈ ഭാഗം പറയുന്നത് ഒരുപക്ഷെ ക്ലിപ്പിംഗ് ഇടും, എന്നിട്ട് എന്റെ ഏതോ കാലത്തൊരു പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിപ്പിംഗ് ആയിടും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റാണ്. അത് തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയില്ല. ഞാൻ പശ്ചാത്തപിക്കേണ്ടതാണ്, എന്റെ പരലോകത്തിന് വേണ്ടി തിരിച്ചു മടങ്ങേണ്ടതാണ്. അങ്ങനെ എന്റെ പ്രസംഗത്തിൽ എഫക്ട് ചെയ്തത് ആരുടെയെങ്കിലും മനസ്സിൽ ഞാനത് പറയുമ്പോൾ ഓർമ്മ വന്നേക്കാം. മാപ്പ് ചോദിക്കുന്നു. മനുഷ്യ സഹജമാണ്, തെറ്റുകൾ വരാം, പ്രബോധകർക്ക് വരാം, പ്രാസംഗികർക്ക് വരാം, പണ്ഡിതന്മാർക്ക് വരാം. അത് തിരിച്ചറിയുന്നു എന്നതാണ് ഏറ്റവും വലിയ അറിവ്. എന്റേത് തെറ്റാകുന്നു എന്ന തിരിച്ചറിവാണ്. അത് ഞാൻ ജനങ്ങളെ അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കണം, മറ്റുള്ള വ്യക്തിപരമാണെങ്കിൽ അയാളോട് പറയണം. അതൊക്കെ മനുഷ്യ സഹജമായ അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്തോ ആവട്ടെ, ഇവിടെ ഞാൻ ഈ ആമുഖം കുറിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന ഓർമ്മ ശക്തമായി നമുക്കുണ്ടാവണം. അതെവിടെയായാലും, ഏത് പണ്ഡിതന്മാരായാലും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ബഹുമാനനായ ജമിയത്തുൽ ഉലമയുടെ ഞാൻ ഏറെ ആദരിക്കുന്ന ഉമരി സാഹിബ്, അദ്ദേഹത്തെ എത്രത്തോളം ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത്? സക്കരിയ സ്വലായി എന്നല്ല അയാളെ പറയേണ്ടത്, സക്കരിയ ഫസാദി. അതൊരിക്കലും ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്റെ വാക്കല്ല എന്ന് നമുക്ക് നന്നായി അറിയാം. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹമല്ല പറയുന്നത്, ഒരാൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിലൂടെ പറയിപ്പിക്കുക. എനിക്കേറെ വേദനയുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആ ഭാഗം ക്ലിപ്പിംഗ് ഇടുന്നില്ല. അഴിഞ്ഞിലത്ത് സമ്മേളനം നടന്നപ്പോ AP അബ്ദുൽ ഖാദർ മൗലവി ക്ഷീണിച്ചവശനാണ്. അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി എഴുതി നോട്ടാക്കി പിന്നാലെ നടന്ന് കുറുകുറുത്ത്, അതേ ജിന്നുകൾ കുറുകുറുക്കുന്ന പോലെ, ശൈത്താന്മാർ ജ്യോത്സ്യന്മാരുടെ കാതുകളിൽ കുറുകുറുക്കുന്ന പോലെ കുറുകുറുത്ത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു ഇരുന്നു. ശേഷം നമ്മുടെ ബഹുമാനനായ ട്രഷറർ നന്ദി പറയുന്നതിനിടയിൽ AP അബ്ദുൽ ഖാദർ മൗലവി വീണ്ടും കയറി ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് മറന്നുപോയി. ഒരു കാര്യം കൂടി പറയാനുണ്ട്. സത്യത്തിൽ അത് ഇരുന്നപ്പോ, സാർ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളിലൂടെ പിന്നെ പ്രചരണം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളും. ആ വാചകം നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കാരണം AP അബ്ദുൽ ഖാദർ മൗലവി എന്ന അഡ്രസ് ഉള്ള ആളുടെ വാക്ക് ജീവിതത്തിൽ മനുഷ്യർ ഒരിക്കലും അഡ്രസ് ഇല്ല എന്ന് വിലയിരുത്തിയ ആളുകൾക്ക് അഡ്രസ്സാകാൻ AP അബ്ദുൽ ഖാദർ മൗലവി ഒരു ദുരുപയോഗം ചെയ്തു. ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു, എന്റെ പ്രിൻസിപ്പളായിരുന്നു AP അബ്ദുൽ ഖാദർ മൗലവി. എനിക്ക് 10.5 വയസ്സുള്ള കാലം മുതൽ AP എന്റെ ഗുരുനാഥനാണ്. കോട്ടക്കലിലെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് AP അബ്ദുൽ ഖാദർ മൗലവി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കും എന്നോട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോടൊരു വിരോധവുമില്ല, നിനക്കെന്നോടും വെറുപ്പില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരു കാര്യത്തിൽ വേദനിക്കുന്നു. AP അബ്ദുൽ ഖാദർ മൗലവി ഇന്ന് ഞങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളായിരുന്നു നിങ്ങൾക്ക് വേണ്ടി മനസ്സ് തട്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഇന്ന് പരലോകത്ത് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്തവർ അവിടെ വരും, ഉറപ്പാണ്. വലക്കത് TP അബ്ദുൽ കോയ മദനി സാഹിബിന്റെ കേബിളിൽ കയറി ചെന്ന് ഞാൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. സാർ, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്ന, നിങ്ങളെ സാർ എന്ന് വിളിച്ച് നിങ്ങളെ സോപ്പിടുന്ന ഇപ്പോൾ നിങ്ങളുടെ കൂടെയില്ലേ, അവർ നിങ്ങളെ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാണ്. അവരെക്കാൾ നിങ്ങൾ അകറ്റി നിർത്തിയ ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളുടെ ഏതേത് സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നത് എന്നതും സ്നേഹിച്ചിരുന്നത് എന്നതും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അന്നാറു ഹഖ്ഖുൻ അൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണ്, നരകവും സത്യമാണ്. അവിടെ നമ്മൾ വരും. അന്നിതാ ഒരാളും ഒരു മദനിമാരും ഒരു സലഫിമാരും ഒരു സലാഹിമാരും ഒരു ഫാറൂഖിമാരും ഒരു ഫൈസിമാരും അതേ ഒരു സഖാഫിമാരും ആരും ഉണ്ടാകരുത്. അവിടെ നരകത്തിന്റെ കവാടങ്ങൾ കടന്നു പോകുന്നൊരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകരുത്. സ്വർഗാവകാശികളാകണമെന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. സഹോദരങ്ങളെ, എന്താ ഇവിടെയുള്ള തർക്കത്തിന്റെ മർമ്മം എന്താണ്? തർക്കത്തിന്റെ മർമ്മം ഇതാണ്. എല്ലാവർക്കും അറിയാം, തിരൂരങ്ങാടിയിൽ ഇങ്ങനെ ഒരു വിശദീകരണം നടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ സദസ്സിൽ പങ്കെടുത്ത പല ആളുകളും
കേട്ടതായിരിക്കാം, അറിഞ്ഞതായിരിക്കാം, മനഃപ്പാടമുള്ളതായിരിക്കാം. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരും എന്ന് നമ്മൾ വിചാരിച്ചതല്ല. പക്ഷേ അംദും സ്വലാത്തും കഴിഞ്ഞ് തുടക്കം മുതൽ ഒടുക്കം വരെ നുണ പറഞ്ഞാൽ, തെറ്റിദ്ധരിപ്പിച്ചാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ, ആരോപിച്ചാൽ തീർച്ചയായും ആളുകൾ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആ ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം അവർ ഞങ്ങളിൽ നിന്ന് അകലും തോറും അവർക്കിടയിലും ഞങ്ങൾക്കിടയിലും പിശാച് പ്രവർത്തിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവൻ അകറ്റിക്കളയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് വിശ്വാസിയുടെ പരീക്ഷണമാണ്, അത് വിശ്വാസിക്ക് നഷ്ടമാണ്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കിട്ടുക എന്നത് അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ വരിക എന്നത് അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഒന്നാമതായി നാം പരിശോധിക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനം 2002 ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ CP ഉമർ സുല്ലമി അടക്കമുള്ള, അന്ന് ജീവിച്ചിരുന്ന KK മുഹമ്മദ് സുല്ലമി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ രണ്ടായി പിരിയുകയാണ്. മർക്കസുദ്ദാവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട്, അതുപോലെ KM മൗലവിയുടെ, വക്കം മൗലവിയുടെ, ഉമർ മൗലവിയുടെ, KP മുഹമ്മദ് മൗലവിയുടെ, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ, ഉമർ മൗലവി സാഹിബിന്റെ, AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രായം ചെന്ന നേതാക്കന്മാരും മരിച്ചുപോയവരുമായ ആളുകളുടെ ആദർശത്തിനെതിരായി അവിടെ ശബ്ദങ്ങൾ ഉയരുകയാണ്, പ്രചരണങ്ങൾ ഉയരുകയാണ്. ബുഖാരിക്ക് നേരെ, മുസ്ലിമിന് നേരെ, ഹദീസിന് നേരെ മുതസിലിയാക്കളുടെ വാദവുമായി നമ്മുടെ സഹോദരങ്ങൾ മാറുകയാണ്. ചേകന്നൂർ മൗലവിയെ നവോത്ഥാന നായകനായി അവതരിപ്പിക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന വളരെ ദാരുണമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് ബഹുമാന്യനായ ഹുസൈൻ മടവൂരും CP ഉമർ സുല്ലമി അടക്കമുള്ള പണ്ഡിതന്മാരും പ്രാസംഗികരും നേതാക്കന്മാരും നയിക്കുന്ന പ്രസ്ഥാനം മാറിപ്പോവുകയാണ്. അവർ ആദ്യമായി നമുക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താണ്? അതിൽ നിന്ന് വ്യത്യസ്തമാണോ അബ്ദുറഹ്മാൻ സലഫി ഇപ്പോൾ പറയുന്നത്? അതിൽ നിന്ന് വ്യത്യസ്തമാണോ എന്റെ കൂട്ടുകാരനും എന്റെ അനുജനമായ അനസ് പറയുന്നത്? അതുപോലെയുള്ള ആളുകൾ പറയുന്നത്, ഹനീഫ് ക പറയുന്നത് വളരെ ഗൗരവമായി നാം ആലോചിക്കേണ്ടതാണ്. മടവൂർ വിഭാഗം 7 കൊല്ലത്തോളം ഈ വിഷയത്തിൽ, മൊത്തത്തിൽ 10 കൊല്ലത്തോളം അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്നൊഴിയാതെ, അക്ഷരം വിടാതെ, രൂപഭാവങ്ങൾ വിടാതെ അതുപോലെ ആവർത്തിക്കുകയാണ്. TP ചെയ്യുന്നതെങ്കിൽ അതുപോലെ ആവർത്തിക്കുകയാണ്, സെലഫി ചെയ്യുന്നതെങ്കിൽ അതുപോലെ ആവർത്തിക്കുകയാണ്, ഹനീഫ് ചെയ്യുന്നതെങ്കിൽ, അനസ് ചെയ്യുന്നതെങ്കിൽ. ഞാൻ ചോദിക്കുന്നു, 7 കൊല്ലത്തെ മടവൂരികളെ എതിർത്തത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അന്ന് ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? KNM-ന്റെ ഉത്തരവാദിത്തം എന്തായിരുന്നു? അന്ന് ശൂറയില്ലായിരുന്നുവോ? അന്ന് ഇസ്തിആനത്തും ബിൽ ജിന്ന് ചർച്ചയല്ലായിരുന്നുവോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട പോയിന്റാണ്. വളരെ ഗൗരവമായി അതിന്റെ ഓരോ വാദമുഖങ്ങളിലേക്കുമാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്രദ്ധിക്കണേ എന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. ഇത് തോൽപ്പിക്കാനല്ല എന്ന് ഞാൻ പറഞ്ഞു. വസ്തുതകൾ പറയുക, സത്യമായി പറയുക, കൃത്യമായി പറയുക, ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവ്യക്തതകളില്ലാതിരിക്കുക. വിഷയവുമായി ബന്ധപ്പെടാതെ വേറെ ഏതോ ദുനിയാവിൽ നടക്കുന്നത് കേരളത്തിൽ നടക്കാൻ ഭാവിയിൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് തമ്മിത്തല്ലാൻ ഇവിടെ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രശ്നം? ഒന്നാമത്തെ എന്റെ ക്ലിപ്പിൽ നിന്ന് മടവൂരികളുടെ അഥവാ ഹുസൈൻ മടവൂർ നയിക്കുന്ന ആ ടീമിന്റെ ആ അഭിപ്രായം എന്തായിരുന്നു? അവർ TP-ക്കെതിരെ, AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ, അവരുൾപ്പെടെയുള്ള ഈ സംഘത്തിനെതിരെ എന്തായിരുന്നു അവരാദ്യമായി ആരോപിച്ച ഏറ്റവും ഗുരുതരമായ ആരോപണം എന്തായിരുന്നു? ഏറ്റവും പ്രധാനമായ ആരോപണം എന്തായിരുന്നു? അതാണ് ഒന്നാമത്തെ ക്ലിപ്പിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത്. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ അറഫുകളും ശ്രദ്ധിക്കണം. തൊട്ടടുത്ത് നിൽക്കുന്നവരെ തോണ്ടാനോ പിടിക്കാനോ ഒരു വിശ്വാസിക്ക് ബാധ്യതയില്ല. കേൾക്കുക, നന്നായി മനസ്സിലാക്കുക. തെറ്റിദ്ധാരണയുമായി മരിച്ചാൽ അതിന് പുണ്യമില്ല. ഞാനൊരാളെ പറ്റി ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ എനിക്ക് കൂടുന്തോറും പുണ്യം കിട്ടും എന്ന് ഹദീസിലില്ല, ആയത്തിലില്ല. തെറ്റിദ്ധാരണ തിരുത്തല എല്ലാവർക്കും നല്ലത്. അതിന് നിങ്ങൾ ഒന്നാമത്തെ ക്ലിപ്പിംഗ് എന്താണ്? അതിന്റെ ആരാണ് തുടക്കക്കാർ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇന്നും അത് ആവർത്തിക്കുകയാണോ അല്ല പുതിയ വല്ലതുമുണ്ടോ എന്ന് ചിന്തിക്കാൻ ഒന്നാമത്തെ ക്ലിപ്പിംഗ് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ചോദ്യം, ആരാ കോറ്റക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ?
ഒരാൾ വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. ചിലരെ സംബന്ധിച്ച് ഒരു ലഘു വിവരണം അനിവാര്യമാണ്. ഈ ആളെ തിരുരങ്ങാടിക്കാർക്കറിയാം. അലി മദനി മൊറയൂർ എന്ന് പറയുന്ന ഒരാൾ. ഒറ്റ ചോദ്യം ഞാൻ, അത് സൈമടവൂരിന്റെ കൂടെയുള്ളവര്, നമ്മളുടെ ഈ പിളർപ്പിന് മുമ്പ് ഇയാൾ എവിടെയായിരുന്നു? മുജാഹിദ് കേരളത്തിൽ അലി മദനി മൊറയൂരിന്റെ സ്ഥാനം എന്തായി? 2002 മുമ്പ് അലി ചെയ്ത ഒരു പ്രസംഗത്തിന്റെ കേസറ്റ് ഉണ്ടോ കേരളത്തില്? അലി മദനി എന്ന് പറയുന്ന ഈ ആള് മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതുവരെ എവിടെ? കേരളത്തിൽ അയാൾ ചെയ്ത ഒരു തൗഹീദി കേസറ്റ് 2000 മുമ്പ് എവിടെ? എല്ലാരും ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഇയാള് സംസാരം തുടങ്ങിയത് KNM ചീത്ത പറഞ്ഞുകൊണ്ടാണ്. ഇയാളുടെ ഹംദുൽ സലാത്ത് കഴിഞ്ഞ് ഇയാളുടെ ആദ്യത്തെ പ്രസംഗം KNM വിമർശിച്ചുകൊണ്ടാണ്. അതിന് മുമ്പുള്ള ഒരു കേസറ്റ് നിങ്ങൾ ഹാജരാക്കി. ഞാൻ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു, ഇന്ന് വരെ കിട്ടിയില്ല. അലി എന്ന് പറയുന്ന ഈ മദനി ഇയാൾ എവിടെയായിരുന്നു? ഇയാളുടെ ഡ്യൂട്ടി എന്തായിരുന്നു? ഇയാളാണല്ലോ പിന്നീട് മടവൂർ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രാസംഗികനായി അവതരിപ്പിക്കപ്പെട്ട ഒരാള് അല്ലേ? ഒരു കാര്യം എല്ലാവർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അതുവരെ ഈ പ്രസ്ഥാനത്തിന് ഒരു സേവനം ചെയ്യാത്ത ഒരാളാണ് സക്കരിയ സ്വലായിക്കെതിരെ, ജബ്ബാർ മൗലവിക്കെതിരെ, TP-ക്കെതിരെ, MM മദനിക്കെതിരെ, AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ എത്രത്തോളം ഇയാൾ പറഞ്ഞറിയോ? കേട്ട പരിചയമുള്ളതാണ്. TP, AP നിങ്ങൾക്ക് പ്രസിഡന്റ് സെക്രട്ടറി ആകാനുള്ള അവകാശമില്ല. സക്കരിയ സ്വലായിനെ പുറത്താക്കിയാലേ നിങ്ങൾക്ക് തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശമുള്ളൂ എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കേ, നമ്മുടെ പഴക്കമുള്ള ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പെട്ട പണ്ഡിതന്മാരെ ചീത്ത പറയാനും ചെറി വിളിക്കാനുമാണ് ഇവൻ ഉദയം ചെയ്തത് എന്നത് ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ്. തലച്ചോറ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചിലത് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഒരാള് അതുവരെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഒരുത്തൻ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അവന്റെ കൂടെ അതുവരെ നിന്ന നേതാക്കന്മാരെയും പ്രാസംഗികരെയും ഒഴിവാക്കി ആ 1 വയസ്സ് പ്രായമുള്ള അല്ലെ 1 മാസം മുലകുടി പ്രായമുള്ള ജാഹിദ് പ്രസ്ഥാനത്തിൽ മുലകുടി പ്രായമുള്ള ഒരുത്തന്റെ പിന്നാലെ പോകണമെങ്കിൽ പോയവരുടെ നിലവാരവും ഈ വന്നവന്റെ നിലവാരവും കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതാണ്. അത് തന്നെയാണ് നാസർ സുല്ലമിയുടെ കാര്യത്തിലുണ്ടായത്, ഷാലിഷ് വാടനപ്പള്ളിയുടെ കാര്യത്തിലുണ്ടായത്. ഈ നാസർ സുല്ലമി എവിടെയായിരുന്നു ഇത്രയും കാലം? അയാളുടെ പ്രസംഗം കേട്ട് മാറിയ ഒരു സമസ്തക്കാരന്റെ പേര് പറയാം. തൗഹീദ് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനമായ പോയിന്റാണ്. ഇയാള് റിയാദിൽ പ്രവർത്തിച്ച എത്ര കാലം അറിയോ? മടബൂരികൾക്ക് വേണ്ടി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ കേസറ്റ് നിങ്ങൾക്ക് വേണേ ഞങ്ങൾ തരാം. അതേ പ്രസംഗമാണ് ഇപ്പോഴും ചെയ്യണത്, ഒരു വ്യത്യാസവും ഇല്ല. അതായത് അബ്ദുസ്സലാം സുല്ലമി കൊടുത്ത കുറിപ്പുകൾ അപ്പടി വായിച്ച് പഠിച്ചു മനപ്പാടമാക്കി. അന്ന് ഇന്നും അതേ കുറിപ്പ്, ഒരറഫ് പോലും വ്യത്യാസമില്ല. ഈ പുസ്തകത്തിൽ നിന്ന് ഒരക്ഷരം, ഈ നാസർ സുല്ലമിയുടെ പ്രസംഗത്തില് ഒരക്ഷരം എക്സ്ട്രാ ഈ പുസ്തകത്തിൽ ഇല്ലാത്ത വന്ന ഞങ്ങൾ പറയുന്ന പണിയെടുക്കും. ഒരക്ഷരം. അതിന് ഈ പുസ്തകം ഫുള്ളായിട്ട് വായിക്കണം. സലാം സുല്ലമിയുടെ ഈ പുസ്തകം. ഇവരൊക്കെ എവിടെയായിരുന്നു? 35 കൊല്ലം തൗഹീദ് പറഞ്ഞവരുണ്ട് ഈ കൂട്ടത്തിൽ. 10-27 കൊല്ലം പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. പ്രായം 10-40 ആയിട്ടേ ഉള്ളെങ്കിൽ 13ാമത്തെ വയസ്സ് പ്രസംഗിക്കണം. MSM-ന്റെ വേദിയിൽ വിദ്യാഭ്യാസം മാനവ സംസ്കരണത്തിന് എന്നൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു MSM-ന്. എന്റെ വർഷം ഒന്ന് എടുത്തു നോക്കിയാൽ അന്ന് മുതൽ പ്രസംഗിക്കുന്നു ഞങ്ങളൊക്കെ തൗഹീദ് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ ആകുന്നത്ര ഞങ്ങൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തനം കേട്ടവരും കണ്ടവരും ഹുസൈൻ മടവൂര് പിരിഞ്ഞു പോകുമ്പോഴും ഞങ്ങൾ ഈ തൗഹീദി ഗോതയിലുള്ളവരാണ്. ഞങ്ങളെ പറ്റിയാണ് അന്ന് അവര് പറഞ്ഞത്. ശേഷം ഇപ്പൊ TP-യും ബാക്കിയുള്ളവരും അവരോടൊപ്പം ചേർന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് തൗഹീദില്ല. ഈ ഒരു വല്ലാത്തൊരവസ്ഥയെ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ, ചെറിയ ബുദ്ധി കൊണ്ട് പോലും. ഇതെന്താണ് സംഭവിക്കുന്നത്? തൗഹീദിന് വേണ്ടി ജീവിച്ചവരെ മുഴുവനും, തൗഹീദ് പറയുന്ന മുഴുവൻ ആളുകളെ മാറ്റി നിർത്തി അത്ര തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പ്രയോജനം ചെയ്യാത്ത ആളുകളെ എന്തുകൊണ്ട് ഇവർ പറയുന്നു? ഇനി ഇവിടെ എന്താ അലി മദനി പറഞ്ഞത്? അതല്ലേ നമുക്ക് പ്രധാനമായി അലി മദനി എന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാത്ത മലക്കുകളോട് ജിന്നുകളോട് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് എഴുതിയിട്ടുണ്ട് ഇസ്ലാഹിൽ.
ഞാൻ ഇന്നും ചോദിക്കുന്നു, ആ ഇസ്ലാഹിന്റെ കോപ്പി ഒന്ന് ഹാജരാക്കുക. പ്രാർത്ഥിക്കാം, സഹായം തേടാം, തേടിയ കുഴപ്പമില്ല എന്ന് ഇസ്ലാഹ് എഴുതിയെന്നാ പറയും. അതിന് അന്ന് സത്യത്തിന്റെ കൂടെ നിന്ന, സത്യം പറഞ്ഞ, അന്ന് ഈ വിഷയത്തിൽ സത്യം പറഞ്ഞ അനസ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം അന്ന് അലിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, 5-6 കൊല്ലം തൗഹീദും ശിർക്കും തിരിയാത്തവരായിരുന്നു ഞങ്ങളെന്ന് അനസ് പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ സലഫി പറയുന്നുണ്ട്. 5 കൊല്ലക്കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം, പണ്ട് ജമിയത്തുലമ ഉൾപ്പെടെയുള്ള ഈ ഉമരി സാഹിബ് അടക്കം ഉൾപ്പെടെയുള്ള ജമിയത്തുലമന്റെ പണ്ഡിതന്മാരിൽ തൗഹീദ് തിരിഞ്ഞ ഒരാളുണ്ടായിട്ടില്ല എന്ന് ഒരു പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീടിടും, ഇപ്പോഴല്ല, ആവശ്യം വരുമ്പോൾ ചെറിയ ചെറിയ ഡോസുകൾ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്, ഗൗരവമായി. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഈ 2007 മുതൽ 5 കൊല്ലക്കാലം ജമിയത്തുലമക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്നിവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തൗഹീദ് തിരിയാത്ത ഒരാളെ, ഒരു മുസ്ലിയാരെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് തൗഹീദ് തിരിയാത്ത ഒരാളെ ജമിയത്തുലമയുടെ KNM-ന്റെ പ്രഖ്യാപിച്ച് അവർ അംഗീകരിച്ച വേദിയിൽ എന്തിന് കയറ്റി എന്ന് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ പറയുന്ന അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ആ അലി മദനിയുടെ ക്ലിപ്പിങ്ങിനെ വിശദീകരിക്കുന്ന അനസ് മൗലവിയുടെ കമാൻഡും വിശദീകരണവുമാണ് നിങ്ങൾ തൊട്ട് താഴെ കേൾക്കാൻ പോകും. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. ആരോപണം എന്താ? കാര്യമായി പറഞ്ഞു വച്ചൊരു ആരോപണം, അത് മറ്റൊന്നല്ല. എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്തൊരു മുഖാമുഖം നടത്തുന്നത്, അവിടെ ഈ വാദം ഇങ്ങനെ നാടുകളെ പറഞ്ഞു നടക്കുന്ന പലരും ആ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തെളിവ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശം കാണിച്ചു തരാൻ ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാന്ന്. ഒരുത്തരം കണ്ടില്ല. വായിച്ചില്ല. എന്തേ വായിക്കാത്തത്? വൈക്കറ്റ് ഇങ്ങനെ നാട്ടുകാരോട് പറയാ, നിങ്ങൾ സക്കരിയയും ടീമും ഔലിയാക്കളെ വിളിക്കുന്നതിന് പകരം ജിന്നുകളെ വിളിക്കുന്നു. ഞങ്ങൾ കാന്തപുരവും ടീമും ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു. എവിടെ മൗലവി വ്യത്യാസം? വൈക്കറ്റ് ഇങ്ങനെ നാട്ടുകാരോട് പറയാ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ തെളിയിക്കാൻ സാധ്യമല്ല. തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ? പിന്നെ ഒരു ഇസ്ലാം മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. 2007 ഏപ്രിൽ പുറത്തിറങ്ങിയ ഇസ്ലാം മാസിക. എന്നിട്ട് ചോദ്യം, ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക, ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. സഹോദരങ്ങളെ, എന്താണ് അലി മദനി പറയുന്നത്? ആ മലക്കുകളോടും ജിന്നുകളോടും പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, ഞങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ എല്ലാവരും ഓർക്കേണ്ട വളരെ പ്രധാനമായ കാര്യം, മടവൂർ വിഭാഗം ഇത് ഉന്നയിച്ചപ്പോ TP-യും AP-യും ബാക്കിയുള്ളവരൊക്കെ എന്തേ പറഞ്ഞ്? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? TP ഇപ്പോ സുന്നികൾക്ക് കൊടുത്ത മുഖാമുഖത്തിൽ, സമസ്തക്കാർക്ക് കൊടുത്ത മുഖാമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഇത് മടവൂരികൾ പറഞ്ഞ അതേ വാദമായിരുന്നു എനിക്ക്, ഇത് ശിർക്കാന്ന് എനിക്ക് അറിയാമായിരുന്നു, വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാ പറയുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ TP ഒരു അഭിമുഖം കൊടുത്തിരുന്നു, മറക്കരുതാരും. അതിലെന്താ പറയുന്നതറിയോ? അങ്ങനൊരു സംഭവേ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പൊ എത്ര നാവാണ് നമ്മുടെ നേതാക്കന്മാർ. ഇത് ഞാൻ ഇതിനോട് ആഡ് ചെയ്ത് പറയാം. മാത്രമല്ല, വളരെ പ്രധാനമായ ഒരു കാര്യം, വളരെ നേരത്തെ തന്നെ ഇത് ശിർക്കാണെന്നും മടവൂരികൾ പറയുന്നത് ശരിയാണെന്നും
എനിക്കറിയാമായിരുന്നു എന്ന്. ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കൾ എന്ന് പറയാവുന്ന വിധത്തിൽ, തൗഹീദിന്റെ തന്നെ ശത്രുക്കൾ എന്ന് പറയാവുന്ന വിധത്തിൽ കുബൂരിസം ഈ നാട്ടിൽ നട്ടുവളർത്തിയ ആളുകളുടെ പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾക്കറിയാം TPF കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, ഇത് പണ്ഡിത ധർമ്മമാണ്. എനിക്ക് എന്റെ സംഘടനയെ ശിർക്കുണ്ട് എന്നറിയാം. എന്നിട്ട് ഞാൻ എന്തിനൊക്കെയോ വേണ്ടി, എന്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി, എന്റെ ഭൗതിക താല്പര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഒരു ശിർക്ക് ഈ സമൂഹത്തിൽ ഉണ്ടായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആരാണ് ഇയാളെന്നും കൂടെ നിങ്ങളൊന്ന് അറിയണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പലതവണ ഈ വിഷയത്തിൽ നിങ്ങൾ ഗൗരവമായി പഠിക്കേണ്ട ഒരാളാണ് നമ്മുടെ പ്രസിഡന്റ്, ബഹുമാന പ്രസിഡന്റ്. ഞാൻ പറയുന്നു, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഈ ആദർശത്തോട് ഇത്രയേറെ അക്രമം പ്രവർത്തിച്ച ഒരു പ്രസിഡന്റ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, 5-6 കൊല്ലം ഈ പ്രസ്ഥാനം ഷിർക്കിന്റെ പ്രചാരകരാണ്. അനസും ഹനീഫയും അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള ആളുകൾ ഷിർക്കിന്റെ പ്രചാരകരാണ് എന്നറിഞ്ഞിട്ടൊരു പ്രസിഡന്റ് രാത്രി പോയി കിടന്നുറങ്ങുകയാണ്. എല്ലാരും മനസ്സിലാക്കിക്കൊടി, എല്ലാരും മനസ്സിലാക്കിക്കൊടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇതല്ല. മുഹമ്മദ് നബി പറഞ്ഞ എന്താ നിങ്ങൾക്കറിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കിടന്നു. നമുക്ക് അതാ മാതൃക. ഒരു കല്യാണ വീട്ടിലേക്ക് കിടന്നു ചെന്നു. അവിടെ ചെന്നപ്പോ കുട്ടികൾ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പാടി. നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ. 5 കൊല്ലം കാത്തിരുന്നോ? ഇല്ല. അടുത്ത ആഴ്ച വരെ കാത്തിരുന്നോ? ഇല്ല. അടുത്ത മണിക്കൂർ വരെ കാത്തിരുന്നോ? ഇല്ല. ആ സ്പോട്ടിൽ നബി പറഞ്ഞു, എന്താ പാടിയത്? അവസാനിപ്പിക്കണം, നിർത്തണം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. 31-ാം അധ്യായം 34-ാമത്തെ വചനം പഠിപ്പിച്ച പ്രവാചകൻ ആ സ്പോട്ടിൽ ആ തിന്മയെ എതിർക്കുകയാണ്. ഷിർക്കിന്റെ വാചകങ്ങളെ എതിർത്തു. തീർന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകന് മരിച്ചിട്ട് അന്ന് സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അന്ധവിശ്വാസത്തിന്റെ വേരുകൾ ഉദയം ചെയ്തു എന്നറിഞ്ഞപ്പോ, നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് ഗ്രഹണം ബാധിച്ചത് എന്നറിഞ്ഞപ്പോ, യാ അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും ആരുടെ മരണം കൊണ്ടോ ആരുടെ ജീവിതം കൊണ്ടോ ഒരിക്കലും എന്തുണ്ടാവില്ല, അവർക്ക് സൂര്യനെ ഗ്രഹണം ബാധിക്കുകയില്ല എന്ന്. അപ്പോൾ തന്നെ മരണ വീട്ടിൽ വെച്ച് പോലും ആ തിന്മ തിരുത്തിയിട്ടുള്ള ആളാണ് ആര്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതാണ് പ്രവാചക മാതൃക. 5 കൊല്ലം എനിക്ക് ഇതൊക്കെ ശിർക്കായിരുന്നു എന്നറിയാമായിരുന്നു എന്നാ പറയുന്നത്. വേറൊരു സ്ഥലത്ത് അതിന് നേരെ എതിരായി അതേ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്താ പ്രവർത്തിക്കുന്നത്? സ്വന്തം അനുയായികൾ ഇതിന്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് അനുയായികളെ നയിക്കുന്ന നല്ല ശതമാനം പണ്ഡിതന്മാരും ശിർക്കിലാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് TP പറയുകയാണ്. അല്ലാഹുവേ, ഇതൊരു വല്ലാത്തൊരു പരീക്ഷണമാണ്. അല്ലാഹുവേ, സലഫി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ലോകത്തൊരിടത്തും നടക്കാത്ത, തുല്യതയില്ലാത്ത വ്യതിയാനത്തിന്റെ വൃത്തികേടുകളുടെ ഒരവസ്ഥാവിശേഷമാണ് അല്ലാഹ്. ഇത് നിന്റെ പരീക്ഷണമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം. അല്ലാഹുവേ, അതിൽ ഞങ്ങളുടെ റൂട്ട് ക്ലിയറാക്കി ആ റൂട്ടിൽ നീ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണം എന്നാ പറയുന്നത്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. അലി മദനിയും അവരുടെ അനുയായികളും അവരുടെ കൂടെയുള്ളവരും ഒരുപാട് കാലം നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞു. അത് ക്ലിക്ക് ചെയ്തില്ല. നമ്മുടെ സാൽവേഷനുകൾ, നമ്മുടെ സമ്മേളനങ്ങൾ എല്ലാം വൻ വിജയമായി. ജനാംഗീകാരമുള്ള, ഏറ്റവും ആളുകൾ ചർച്ച ചെയ്യുന്ന കവലകളിലും മക്കാനിക്കടകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമായി മാറി. ഇബ്ലീസ് അടങ്ങിയിരുന്നില്ല. ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങൾ TPയുടെ അതുപോലെ പണ്ഡിതന്മാരുടെ സമീപത്തേക്ക് KKP അബ്ദുള്ളയുടെ രൂപത്തിൽ കടന്നു വന്നു. KKP അബ്ദുള്ളയുടെ രൂപത്തിൽ കടന്നു വന്ന് കട്ടുമുറിച്ച ക്ലിപ്പിങ്ങുകളിട്ട് പ്രചരിപ്പിച്ച് പ്രചണ്ഡമായ നുണപ്രചരണങ്ങൾ നടത്തി തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചു. അങ്ങനെ അവർ വിശ്വസിച്ചു ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾക്കറിയുമോ? TP അബ്ദുള്ള കോയ മദനി എന്ന ബഹുമാന്യനായ നമ്മുടെ മുൻ പ്രസിഡന്റ്, ഇപ്പോൾ അദ്ദേഹം നിയമപരമായി പ്രസിഡന്റ് അല്ല, പല കാരണങ്ങളിൽ പ്രസിഡന്റ് അല്ല. കോടതിയുടെ കാര്യത്തിൽ, കോടതിയുടെ മുമ്പിൽ അദ്ദേഹം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു ക്ലിപ്പിംഗ്, ചില ക്ലിപ്പിങ്ങുകൾ ഗൗരവമായി നിങ്ങൾ കേൾക്കണം.
നമുക്കറിയേണ്ടത് ആരാണ്. ആ ക്ലിപ്പിംഗിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ ഗൗരവമാണ്, വ്യക്തിയല്ല ഇവിടെ പ്രധാനം. ആ വിഷയങ്ങൾ വളരെ ഗൗരവമായി നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതാണ് അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നു. എഴുതുമില്ല. നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടോ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചുകൂടാ. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ മുജാഹിദുകളിൽ ഉണ്ടായി. നഊദു ബില്ലാഹ് എന്നാണ് പറയുന്നത്. നഊദു ബില്ലാഹ് പറഞ്ഞത് ഞാനൊരു നുണയാണല്ലോ പറയുന്നത് എന്നർത്ഥത്തിലാണ്. വിഷയത്തിന്റെ ഗൗരവം ഓർത്തിട്ടല്ല, ഞാനൊരു